അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിൽ മനം നൊന്ത് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജാമ്യാപേക്ഷയുമായി പ്രതി ഷിംജിത കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. വിവരങ്ങളുമായി അജി കുഞ്ഞുമഞ്ചേരിക്കാണ് കോഴിക്കോട് നിന്ന്. അജി, മുൻപ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം കോടതി തള്ളിയിരുന്നു. ഇപ്പോൾ വീണ്ടും ജാമ്യാപേക്ഷയുമായി എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത് എന്നുള്ള സൂചന ലഭ്യമായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെ? പ്രവിത, കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. അന്ന് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ വാദിച്ചിരുന്നു ഷിംജിത മുസ്തഫയ്ക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന് കുന്നമംഗലം കോടതിയിൽ അന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. അന്ന് കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഷിംജിത മുസ്തഫ ഇപ്പോൾ മേൽക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇന്ന് ഉച്ചയോടുകൂടെ ഷിംജിതയുടെ അഭിഭാഷകൻ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ താൻ നിരപരാധി എന്നുള്ള ഒരു ആവർത്തനം തന്നെയാണ് ഇവിടെയും ഷിംജിത മുസ്തഫ നൽകുന്നത്. കാരണം കുന്നമംഗലത്തും അത് തന്നെയായിരുന്നു ഷിംജിത മുസ്തഫ ആരോപിച്ചത്. ഈ കേസിൽ താൻ നിരപരാധിയാണ് എന്നാണ് അന്ന് വാദിച്ചത്. ഈ വാദത്തെ അന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് മനഃപൂർവ്വം ബോധപൂർവമാണ് ഷിംജിത ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്നാണ് വാദിഭാഗത്തിന്റെ അഭിഭാഷകൻ അന്ന് വാദിച്ചത്. മാത്രമല്ല, ഈ വാദിഭാഗം പ്രധാനമായും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്ന് വാദിഭാഗം കോടതിയിൽ അന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ പ്രശസ്തിക്കും പോസ്റ്റുകൾക്കും കൂടുതൽ റീച്ചും സാമ്പത്തിക ലാഭവും കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പ്രതി ഇത്തരത്തിലൊരു കുറ്റം ചെയ്തതെന്ന് പോലീസിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാണ് കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. ഇതിനെ തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടെ തന്നെയാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യത്തിനായിട്ട് ഷിംജിത മുസ്തഫ ഹർജി നൽകിയിരിക്കുന്നത്. നിലവിൽ കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരത്തോടുകൂടെ തന്നെ അറിയാം എന്നാണ് ഈ കേസ് കോടതി പരിഗണിക്കുക എന്നുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടെ തന്നെ അറിയാൻ കഴിയും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച മുറയ്ക്ക് കൂടുതൽ തെളിവുകൾ ഷിംജിതയ്ക്ക് എതിരെ ലഭിക്കുമെന്നും അതനുസരിച്ചുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ഇപ്പോൾ ഏതായാലും പുറത്തു വരുന്നത്. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.